ഹലോ എവ്രി വൺ. നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ തേർഡ് ലെവൽ ബൈ ജാക്ക് ഫിന്നി. ആദ്യമായിട്ട് തന്നെ നമുക്ക് അദ്ദേഹത്തെ പറ്റിയുള്ള ഒരു സ്മോൾ ഡിസ്ക്രിപ്ഷൻ നോക്കാം. അദ്ദേഹത്തിൻ്റെ ഒറിജിനൽ പേര് വോൾട്ടർ ബ്രാഡൻ ജാക്ക് ഫിന്നി എന്നാണ്. അദ്ദേഹത്തിൻ്റെ പദവി എന്തെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നോവലിസ്റ്റും ഷോർട്ട് സ്റ്റോറി റൈറ്ററുമായിരുന്നു. അദ്ദേഹം പ്രധാനമായിട്ടും എഴുതിയിരുന്നത് നോയർ ഫിക്ഷൻ, സയൻസ് ഫിക്ഷൻ, ത്രില്ലേഴ്സ് ആൻഡ് കോമഡി, ഈ കാറ്റഗറിയിലാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഷോർട്ട് സ്റ്റോറീസും നോവൽസും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത്. നോയർ ഫിക്ഷൻ എന്ന് വെച്ചാൽ നോയർ ഫിക്ഷൻ ടൈപ്പ് വർക്ക്സിൽ നമുക്ക് ഡാർക്ക് ആയിട്ടുള്ള അല്ലെങ്കിൽ വയലൻ്റ് ആയിട്ടുള്ള തീംസ് ഒക്കെയാണ് കൂടുതൽ കാണാൻ പറ്റുന്നത്. അദ്ദേഹത്തിൻ്റെ ഫേമസ് വർക്ക്സ്, വൺ ഓഫ് ദി ഫേമസ് വർക്ക്സ് എന്ന് വേണമെങ്കിൽ നമുക്ക് വിളിക്കാം, അത് ദ സയൻസ് ഫിക്ഷൻ നോവലായിട്ടുള്ള ദ ബോഡി സ്നാച്ചേഴ്സ്, അതിന് വേറൊരു പേരുണ്ട്, ഇൻവേഷൻ ഓഫ് ദ ബോഡി സ്നാച്ചേഴ്സ്. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു സയൻസ് ഫിക്ഷൻ നോവൽ. അതേപോലെ തന്നെ ദ ടൈം ട്രാവൽ നോവൽ ടൈം ആൻഡ് എഗെയിൻ എന്ന് പറയുന്ന നോവലും വളരെ ഫേമസ് ആണ്. ഇനി നമുക്ക് പഠിക്കാനുള്ള ദ തേർഡ് ലെവൽ എന്ന് പറയുന്ന ഈ ഒരു ഷോർട്ട് സ്റ്റോറി 1952 ഒക്ടോബർ മാസത്തിൽ ദ മാഗസിൻ ഓഫ് ഫാൻറ്റസി ആൻഡ് സയൻസ് ഫിക്ഷൻ എന്നതിനകത്ത് പബ്ലിഷ് ചെയ്ത് വന്ന ഒരു ഷോർട്ട് സ്റ്റോറിയാണ്. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് തന്നെ ഈ ഒരു സ്റ്റോറിയുടെ ബാക്ക്ഗ്രൗണ്ട് നമുക്കൊന്ന് മനസ്സിലാക്കാം. എന്തെന്ന് വെച്ചാൽ ഈ ഒരു സ്റ്റോറി നമുക്ക് ആദ്യമായിട്ട് വായിക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്, അതായത് അർത്ഥം മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നും. അപ്പോൾ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് ഈ സ്റ്റോറിയുടെ ഓരോ ഭാഗങ്ങൾ വായിക്കുമ്പോഴും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. Jack Finney published the third level in 1952, only 7 years after the end of World War II. അതായത് ഈ തേർഡ് ലെവൽ എന്ന് പറയുന്ന ഇത് പബ്ലിഷ് ചെയ്തത് 1952, അതായത് സെക്കൻഡ് വേൾഡ് വാർ കഴിഞ്ഞ് 7 വർഷത്തിന് ശേഷമാണ് ഈ ഒരു സ്റ്റോറി പബ്ലിഷ് ചെയ്തത്. The third level was published during a period of immense societal trauma and instability, which explains its romanticization of the late 19th century, which was a time of peace in the United States. ഇതിൻ്റെ വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻറ്റ് കാര്യം നമ്മൾ ഓർത്തിരിക്കണമെന്ന് വെച്ചാൽ ഈ ഒരു തേർഡ് ലെവൽ പബ്ലിഷ് ചെയ്തത് ആളുകൾ ഒരു സാമൂഹികമായിട്ടുള്ള മുഴുവനായിട്ട് തന്നെ ഒരു ട്രോമയിലൂടെ അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റെബിലിറ്റി, സ്ഥിരതയില്ലായ്മയിലൂടെ കടന്നു പോകുന്ന ഒരു സമയത്താണ് ഈ തേർഡ് ലെവൽ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി പബ്ലിഷ് ചെയ്തത്. കാരണം എന്തെന്ന് ഞാൻ ഇതിൻ്റെ പിറകെ പറയാം. ദ തേർഡ് ലെവൽ റെപ്രസെൻറ്റ്സ് എ ബ്രേക്ക് ഫ്രം ഫുൾ ഓഫ് ഇൻസെക്യൂരിറ്റി, ഫിയർ, വാർ, വെറി ആൻഡ് ഓൾ ദ റെസ്റ്റ് ഓഫ് ഇറ്റ് മോഡേൺ വേൾഡ്. അപ്പം ഈ ഒരു തേർഡ് ലെവൽ എന്ന് പറയുന്ന ഈ ഷോർട്ട് സ്റ്റോറിക്കകത്ത് നമുക്ക് കൂടുതലായിട്ടും അപകർഷതാബോധം അല്ലെങ്കിൽ ഭയം അല്ലെങ്കിൽ യുദ്ധത്തെപ്പറ്റി അല്ലെങ്കിൽ അങ്കലാപ്പ് അല്ലെങ്കിൽ ഉത്കണ്ഠ, മാത്രമല്ല മോഡേൺ വേൾഡ് അതായത് ആധുനിക ലോകത്തെ പറ്റിയുള്ള ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി ഞാൻ പറയാമെന്ന് പറഞ്ഞ കാര്യം, അതായത് നമ്മുടെ ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും എല്ലാം US-ലുള്ള ജനത കണ്ടു കഴിഞ്ഞു. അവർ മാനസികമായിട്ട് ഈ ഒരു വാറുകളുടെ മധ്യയിൽ കൂടെ കടന്നു പോകുമ്പം വളരെ അവർക്ക് മെൻ്റലി അവർ വളരെ ഡിപ്രസ്ഡ് ആയിട്ട് ഒരു ട്രോമയിലൂടെ അവിടുത്തെ ജനങ്ങൾ കടന്നു പോകുന്നുണ്ട്. നമുക്കറിയാം അത് ഫസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് വേൾഡ് വാർ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥലത്തെ ആൾക്കാരെ മാത്രമല്ല പല സ്ഥലത്തെ ആളുകളെ അത് മെൻ്റലി വളരെയധികം ബാധിച്ചിട്ടുണ്ട്. അപ്പം ആ ഒരു സാഹചര്യത്തിൽ ഒരു യുദ്ധം വരുമ്പോൾ അല്ലെങ്കിൽ ഒരു മറ്റുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ ആളുകൾ ഏതൊക്കെ മാനസിക അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നതെന്നും ആ ഒരു മാനസിക അവസ്ഥയിൽ നിന്ന് ആളുകൾ എസ്കേപ്പ് ആവാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളും ഒക്കെയാണ് നമുക്ക് ഈ ഒരു സ്റ്റോറിയിലൂടെ മനസ്സിലാവുന്നത്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റോറിയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തീംസ് നമുക്ക് നോക്കാം. ഈ ഒരു സ്റ്റോറി വായിക്കുമ്പം നമുക്ക് ഫസ്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് തീം എസ്കേപ്പിസം ആണ്. എസ്കേപ്പിസം എന്ന് വെച്ചാൽ ഒളിച്ചോടൽ എന്നാണ് എൻ്റെ അർത്ഥം. അതായത് ഇപ്പോൾ നടക്കുന്ന ഒരു സംഭവത്തിൽ നിന്ന് നമ്മൾ ഒളിച്ചോടുക, എസ്കേപ്പിസം ഫ്രം റിയാലിറ്റി എന്ന് വേണം നമുക്കതിനെ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി രണ്ടാമതായിട്ട് റിയാലിറ്റി വേഴ്സസ് ഇമാജിനേഷൻ, അതായത് റിയലായിട്ട് നടക്കുന്ന കാര്യമാണോ അതോ
സങ്കല്പിക്കുന്ന കാര്യമാണോ, അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ഒരു കൂട്ടിക്കലർന്ന ഒരു ഷോർട്ട് സ്റ്റോറി ആയിട്ട് വേണം നമുക്കിതിനെ പറയാം. ഇനി മൂന്നാമതായിട്ട് ട്രോമ എന്ന് പറയുമ്പം ഉദാഹരണത്തിന് എന്തെങ്കിലും ഒരു ദുരന്തങ്ങൾ സംഭവിച്ചു കഴിഞ്ഞിട്ട് അതിൻ്റെ ആ ഒരു ഒരു ട്രേസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എന്തെങ്കിലും ഒരു ഭാഗം നമ്മുടെ ഉള്ളിൽ അവശേഷിക്കുക, അത് നമ്മളിങ്ങനെ നിരന്തരമായിട്ട് വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു അവസ്ഥയാണ് ട്രോമ എന്ന് പറയുന്നത്. അത് നമുക്ക് ഈ ഒരു സ്റ്റോറിയിൽ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ സ്ട്രെസ് ഓഫ് മോഡേൺ സൊസൈറ്റി, അതായത് ആധുനിക സമൂഹം അനുഭവിക്കുന്ന ഉത്കണ്ഠ അല്ലെങ്കിൽ ആവലാതി എന്നൊക്കെ വേണം നമുക്ക് വിശേഷിപ്പിക്കാം. ഇതാണ് ഈ സ്റ്റോറിയിലെ പ്രധാനപ്പെട്ട തീംസ്. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് വേണം നിങ്ങൾ സ്റ്റോറി വായിക്കാൻ. ഇനി നമുക്ക് ക്യാരക്ടേഴ്സിനെ പരിചയപ്പെടാം. ഫസ്റ്റ് മെയിൻ ക്യാരക്ടർ ചാർലി എന്ന് പറയുന്ന പ്രോട്ടോഗണിസ്റ്റാണ്. അദ്ദേഹം ഒരു 31 വയസ്സുള്ള ഒരു സ്റ്റാമ്പ് കളക്ടറാണ്. അതായത് അദ്ദേഹത്തിൻ്റെ ഒരു പ്രൊഫഷണൽ ജോബായിട്ടൊന്നും അതിനെ പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഒരു ഹോബി ആയിട്ടാണ് നമുക്ക് ഈ ഒരു കഥയിൽ കാണാൻ പറ്റുന്നത്. ഹീ ഈസ് ക്യൂരിയസ്, ഇമാജിനേറ്റീവ് ആൻഡ് yearns for simplicity and peace. അതായത് അദ്ദേഹം വളരെയധികം ഒരു കാര്യത്തെപ്പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി ആഗ്രഹമുള്ള ആളാണ്. മാത്രമല്ല എപ്പോഴും ഇമാജിനേറ്റീവ്, വളരെ ചിന്തിക്കുന്ന അല്ലെങ്കിൽ വളരെ ചിന്തയിൽ മുഴുകിയിരിക്കുന്ന ഒരാളാണ്. മാത്രമല്ല സിംപ്ലിസിറ്റിക്ക് വേണ്ടി അതേപോലെ സമാധാനവും കൂടുതലായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് അദ്ദേഹം. ഇനി രണ്ടാമത്തെ മെയിൻ ക്യാരക്ടർ അത് ചാർലിയുടെ വൈഫാണ്. അത് ഞാനിവിടെ മൂന്നാമതാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ ഞാനത് രണ്ടാമത് പറയണം. ലൂയിസ ഇസ് എ പ്രാക്ടിക്കൽ ലെവൽ ഹെഡഡ് ആൻഡ് റാഷണൽ പേഴ്സൺ. ലൂയിസയുടെ ട്രെയ്റ്റ്സ്, അതായത് സ്വഭാവ സവിശേഷത എന്ന് വെച്ചാൽ വളരെ അണ്ടർസ്റ്റാൻഡിങ് ആയിട്ടുള്ള, റാഷണൽ ആയിട്ടുള്ള, ഗ്രൗണ്ടഡ് വിത്ത് റിയാലിറ്റി. നമുക്ക് പറയുവാണെങ്കിൽ ചാർലിയുടെ ജസ്റ്റ് ഓപ്പോസിറ്റാണ് ലൂയിസ. അതായത് അദ്ദേഹം വളരെ ഇമാജിനേറ്റീവായിട്ട് ചിന്തയിൽ മുഴുകിയിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ലൂയിസ റിയാലിറ്റിയിൽ ജീവിക്കുന്ന ആളാണ്. എങ്കിൽ കൂടെ തന്നെ ഹസ്ബൻഡിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്ന ഒരു വൈഫാണ് ലൂയിസ. അവർ വളരെ പ്രാക്ടിക്കലാണ്, റാഷണലായിട്ട് ചിന്തിക്കുന്ന അല്ലെങ്കിൽ ലോജിക്കലായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണ്. ഇനി മൂന്നാമത്തെ പ്രധാനപ്പെട്ട ക്യാരക്ടർ ഞാനിവിടെ രണ്ടാമതാണ് കൊടുത്തിരിക്കുന്നത്. ചാർലിയുടെ ഫ്രണ്ടാണ്. അദ്ദേഹത്തിൻ്റെ പേര് സാം വെയ്നർ എന്ന് പറയുന്ന ഫ്രണ്ടാണ്. അദ്ദേഹം ഒരു സൈക്കാട്രിസ്റ്റാണ്. അതേ സമയത്ത് തന്നെ ചാർലിയുടെ ഫ്രണ്ടുമാണ്. അദ്ദേഹം ഇതുപോലെ തന്നെ വളരെ ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള അല്ലെങ്കിൽ ഉൾക്കാഴ്ചയുള്ളൊരു വ്യക്തിയാണ്. മാത്രമല്ല ചാർലിയെ പറ്റി ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഒരു വ്യക്തിയാണ്. ചാർലിയെ പറ്റി എന്നതിലുപരി ചാർലിയുടെ മാനസിക അവസ്ഥയെപ്പറ്റി കൂടുതലായിട്ട് അറിയാവുന്ന ഒരാളാണ് ഈ സാം വെയ്നർ എന്ന് പറയുന്ന ചാർലിയുടെ ഫ്രണ്ട്. ഇനിയുള്ള സ്ലൈഡ്സിൽ ഈ ഒരു ലെസൻ്റെ പോർഷൻസ് ആണ് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് ലൈൻ ബൈ ലൈൻ ആയിട്ടുള്ള ഡിസ്ക്രിപ്ഷൻ നോക്കാം. ദ പ്രസിഡൻസ് ഓഫ് ദ ന്യൂയോർക്ക് സെൻട്രൽ ആൻഡ് ദ ന്യൂയോർക്ക്, New Haven and Hartford railroads will swear on a stack of timetables that there are only 2, but I say there are 3, because I have been on the 3rd level of the Grand Central Station. ഈ ഒരു സ്റ്റോറി ഫസ്റ്റ് പേഴ്സൺ നരേറ്റീവിലാണ് പോകുന്നത്. അതായത് ഈ ഒരു സ്റ്റോറി നരേറ്റ് ചെയ്യുന്നത് പ്രധാനപ്പെട്ട പ്രോട്ടോഗണിസ്റ്റായ ചാർലിയാണ്. അതാണ് ഇവിടെ ഐ എന്ന് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ തുടക്കത്തിലേ പറയുകയാണ്, ന്യൂയോർക്ക് സെൻട്രൽ, ന്യൂയോർക്ക്, ന്യൂ ഹാവൻ, ഹാർട്ട്ഫോർഡ് എന്നീ സ്ഥലങ്ങളിൽ നിന്നുള്ള പ്രസിഡന്റുമാരെല്ലാം തന്നെ പ്രോമിസ് ചെയ്ത് പറയും ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷന് 2 ലെവലുകളെ ഉള്ളെന്ന്. അപ്പോൾ ഈ ഒരു സ്ഥലങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ചെറിയൊരു ഡിസ്ക്രിപ്ഷൻ തരാം. അതായത് 1872 മുതൽ 1968 വരെ ഈ എല്ലാ സ്ഥലങ്ങളും ഒന്നിച്ചറിയപ്പെട്ടിരുന്നത് ദ കൺസോളിഡേറ്റഡ് അല്ലെങ്കിൽ ന്യൂ ഹാവൻ എന്ന് പറയുന്ന പേരിലായിരുന്നു. അപ്പോൾ ഇതൊരു റെയിൽ റോഡാണ്. നേരത്തെ ഇത് USA ഭാഗമായിരുന്നു, പക്ഷേ ഇപ്പം ഇത് ന്യൂ ഇംഗ്ലണ്ടിൻ്റെ ഭാഗമായിട്ട് മാറിയിരിക്കുകയാണ്. അപ്പോൾ അവിടെ നിന്നുള്ള പ്രസിഡന്റുമാരെല്ലാം തന്നെ പറയും എന്താണ്, ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷന് 2 ലെവലുകളേ ഉള്ളൂ. പക്ഷെ ഞാൻ പറയും ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷന് 3 ലെവലുകളുണ്ട്. കാരണം ഞാൻ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലെ ആ 3 ലെവൽ, മൂന്നാമത്തെ ആ ലെവലിൽ ഞാൻ പോയിരുന്നു, അവിടെ ഞാൻ ഉണ്ടായിരുന്നു. Yes, I have taken the obvious step. I talked to a psychiatrist friend of mine among others. I told him about the 3rd level at Grand Central Station and he said it was a waking dream wish fulfillment. അപ്പം ഇവിടെ അദ്ദേഹം പറയാണ്, ഞാൻ ഈ 3rd ലെവൽ, ഈ ഒരു ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ ഈ 3ാം ലെവലിൽ പോയ കാര്യം എൻ്റെ ഒരു സൈക്കാട്രിസ്റ്റ് ഫ്രണ്ടായ സാം, അവിടെ പേര് പറയുന്നില്ല, കുറച്ചുകൂടെ മുൻപോട്ട് ചെല്ലുമ്പോൾ നമുക്കത് കാണാൻ പറ്റും.
അപ്പോൾ സൈക്കാട്രിസ്റ്റ് ഫ്രണ്ടിനോട് ഞാൻ പറയുകയുണ്ടായി. അപ്പോൾ അത് കേട്ടപ്പോൾ അദ്ദേഹം പറഞ്ഞത് എന്താ, ഇറ്റ് വാസ് എ വേക്കിംഗ് ഡ്രീം വിഷ് ഫുൾഫിൽമെൻറ്റ്. അപ്പോൾ എൻ്റെ ഫ്രണ്ട് പറഞ്ഞാണ് എന്താണ്, അതൊരു വേക്കിംഗ് ഡ്രീം വിഷ് ഫുൾഫിൽ. ആ ഒരു വേർഡ് കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരു കൺഫ്യൂഷൻ വരാൻ സാധ്യതയുണ്ട്. പക്ഷേ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു ഡേ ഡ്രീം എന്ന് വേണേൽ പറയാം. അദ്ദേഹം പറഞ്ഞത് ഒരു ഡേ ഡ്രീം ആണെന്ന് അദ്ദേഹം പറയുണ്ടായി. ഹി സെറ്റ് ഐ വാസ് അൺഹാപ്പി. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, ഈ ഒരു ഡേ ഡ്രീം കാണാനുണ്ടായ കാരണം എന്താണ്, നിങ്ങൾ അൺഹാപ്പി ആയതുകൊണ്ടാണെന്ന് എൻ്റെ സൈക്കാട്രിസ്റ്റ് ഫ്രണ്ട് എന്നോട് പറഞ്ഞു. എന്നോട് എന്നുള്ളത് ആരാണ്, പ്രധാനപ്പെട്ട പ്രൊട്ടഗണിസ്റ്റായ ചാർലി. ദാറ്റ് മെയ്ഡ് മൈ വൈഫ് kind of mad, but he explained that he meant the modern world is full of insecurity, fear, war, worry and all the rest of it, and that I just want to escape. ഇവിടെ ഫസ്റ്റ് ആയിട്ട് നമുക്ക് അൺഹാപ്പി എന്നുള്ള വാക്ക് ഇവിടെ കാണാൻ കഴിയും. അപ്പോൾ ഈ ഒരു ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, ഈ ഒരു എഴുതാനുണ്ടായ ഒരു കോണ്ടെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ ആൾക്കാർ മെൻ്റലി ഡിപ്രസ്ഡ് ആയിട്ടും അവരൊരു ട്രോമയിലൂടെ കടന്നു പോകണം. അപ്പോൾ അവർ ആ ട്രോമയിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എസ്കേപ്പ് ആകാൻ വേണ്ടിയാണ് അവരിങ്ങനത്തെ ഡേ ഡ്രീംസൊക്കെ അവർ കാണുന്നത്. അപ്പോൾ അതാണ് ഇവിടെ പറയുന്നത്, എന്താണ്, അൺഹാപ്പി ആയതുകൊണ്ടാണ് നീ അങ്ങനെ ഒരു ഡേ ഡ്രീം കണ്ടത് എന്ന് ഫ്രണ്ട് പറയുന്നത്. അപ്പോൾ ഇത് കേട്ടപ്പോഴത്തേക്കിനും എന്ത് സംഭവിച്ചു, പ്രോട്ടഗണിസ്റ്റിൻ്റെ വൈഫിന് ഇതങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റിയില്ല. അതായത് തൻ്റെ ഹസ്ബൻഡ് അൺഹാപ്പി ആണെന്നുള്ള കാര്യം. അപ്പോൾ കൂടുതലായിട്ട് എന്താണ് ഈ ഒരു സൈക്കോളജിസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. താങ്കളുടെ ഭാര്യ എന്താണ് ഇങ്ങനെ ഒരു ഭാര്യ പറഞ്ഞപ്പോൾ, അല്ലെ ഭാര്യയ്ക്ക് അത് ഇഷ്ടപ്പെടാഞ്ഞപ്പോഴത്തേനും സാം വെയ്നർ പറയുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഇപ്പോഴത്തെ ഈ മോഡേൺ വേൾഡ് എന്ന് പറയുന്നത് ഇൻസെക്യൂരിറ്റിയും ഭയവും യുദ്ധങ്ങളും അങ്കലാപ്പും വെറീസും എല്ലാം കൊണ്ട് നിറഞ്ഞതാണ്. അപ്പോൾ അതിൽ നിന്നൊന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ് നിങ്ങളുടെ ഹസ്ബൻഡ് എന്താണ് ഇങ്ങനത്തെ ഡേ ഡ്രീം ഒക്കെ കാണുന്നതെന്നും ജസ്റ്റ് ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് സാം, അതായത് സൈക്കാട്രിസ്റ്റ് പ്രോട്ടഗണിസ്റ്റിൻ്റെ വൈഫിനോട് പറയുന്നുണ്ട്. വെൽ, ഹൂ ഡസൻറ്റ്? അപ്പോൾ പറയാണ്, ആരാണ് അങ്ങനെ ഇഷ്ടപ്പെടാത്തത്? എവ്രിബഡി ഐ നോ വാണ്ട്സ് ടു എസ്കേപ്പ്, ബട്ട് ദേ ഡോണ്ട് വാണ്ടർ ഡൗൺ ഇൻ ടു എനി തേർഡ് ലെവൽ അറ്റ് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ. അപ്പം പ്രോട്ടഗണിസ്റ്റ് പറയാണ്, ആരാണ് ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ ഇഷ്ടപ്പെടാത്തത്? എല്ലാവർക്കും ഇങ്ങനെ എസ്കേപ്പ് ചെയ്യാൻ ഇഷ്ടമാണ്, പക്ഷേ എന്നെപ്പോലെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ്റെ 3ാം ലെവലിൽ കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും ആരും അലഞ്ഞിരിഞ്ഞ് നടക്കത്തില്ല. ബട്ട് that's the reason, he said, and my friends all agreed. Everything points to it, they claimed. അപ്പോൾ ഇവിടെ പറയാണ്, അതാണ് അതിൻ്റെ റീസൺ. he said, അപ്പോൾ അതാണ് അതിൻ്റെ കാര്യമെന്ന് എൻ്റെ ഫ്രണ്ട് സാം പറയുകയുണ്ടായി. എൻ്റെ എല്ലാ ഫ്രണ്ട്സും അതിനോട് എഗ്രി ചെയ്യുന്നു. എവ്രിതിങ് പോയിൻറ്റ്സ് ടു ഇറ്റ്, ദേ ക്ലെയിംഡ്. അപ്പോൾ ഇവിടെ പറയുവാണ്, എൻ്റെ ഫ്രണ്ട്സ് ഞാൻ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ക്ലെയിംസ് എല്ലാം അവർ എഗ്രി ചെയ്യുന്നുണ്ട്. അപ്പം ഇവിടെ അദ്ദേഹം പ്രോട്ടോഗണിസ്റ്റ് തന്നെ പറയുവാണ് അദ്ദേഹത്തെ പറ്റി. അപ്പോൾ പറയാണ്, മൈ സ്റ്റാമ്പ് കളക്ടിങ് ഫോർ എക്സാമ്പിൾ, ദാറ്റ്സ് എ ടെമ്പററി റെഫ്യൂജ് ഫ്രം റിയാലിറ്റി. അപ്പോൾ അദ്ദേഹം പറയാണ്, ഫോർ എക്സാമ്പിൾ പറയുവാണ്, എനിക്ക് സ്റ്റാമ്പ് കളക്ടിങ് ഉണ്ടല്ലോ, അതെന്ന് പറഞ്ഞാൽ ഒരു താൽക്കാലികമായൊരു ആശ്വാസമാണ്. എന്താണ്, യാഥാർത്ഥ്യത്തിൽ നിന്നും എസ്കേപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു ടെമ്പററി ആയിട്ടുള്ളൊരു ആശ്രയമാണ് ഈ സ്റ്റാമ്പ് കളക്ടിങ്. വെൽ, മേ ബി, ചിലപ്പോൾ ആയിരിക്കും. ബട്ട് മൈ ഗ്രാൻഡ് ഫാദർ ഡിഡൻറ്റ് നീഡ് എനി റെഫ്യൂജ് ഫ്രം റിയാലിറ്റി. പക്ഷേ എൻ്റെ ഗ്രാൻഡ് ഫാദറിനും എന്താണ് ഇങ്ങനത്തെ ഈ ഒരു കളക്ഷനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. കാര്യം ഇവിടെ അദ്ദേഹം ചെയ്യുന്നത് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയാണ്, എസ്കേപ്പിസം നടത്തുകയാണ്. പക്ഷേ ഗ്രാൻഡ് ഫാദറിനെ പറ്റി പറയുകയാണ്, എൻ്റെ ഗ്രാൻഡ് ഫാദർ റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ റെഫ്യൂജായിട്ട് കണ്ടെത്തിയ ഒരു മാർഗ്ഗമൊന്നും ആയിരുന്നില്ല സ്റ്റാമ്പ് കളക്ഷൻ. തിങ്സ് വെർ പ്രെറ്റി നൈസ് ആൻഡ് പീസ്ഫുൾ ഇൻ ഹിസ് ഡേ ഫ്രം ഓൾ ഐ ഹിയർ. അപ്പോൾ പറയാണ്, ഞാൻ പണ്ടത്തെ കാര്യങ്ങളൊക്കെ കേട്ടിടത്തോളം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ സമയത്ത് വളരെ പീസ്ഫുള്ളും വളരെ നന്നായിട്ടുമായിരുന്നു കാര്യങ്ങൾ പോയിക്കൊണ്ടിരുന്നത്. ആൻഡ് ഹീ സ്റ്റാർട്ടഡ് മൈ കളക്ഷൻ. പക്ഷെ അന്ന് മുതലേ എൻ്റെ ഗ്രാൻഡ് ഫാദർ ഈ ഒരു കളക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം അദ്ദേഹത്തിന് മാത്രമല്ല, അദ്ദേഹത്തിന് ഗ്രാൻഡ് ഫാദറിന് ഇതുണ്ടായിരുന്നു. പക്ഷേ ഒരു ഡിഫറൻസ് ഉണ്ടെന്ന് മാത്രം, അദ്ദേഹം അത് ചെയ്തിരുന്നത് ഇഷ്ടപ്പെട്ട് വളരെ ആസ്വദിച്ച് ചെയ്തിരുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഗ്രാൻഡ് ഫാദർ ചെയ്ത പോലെയല്ല പ്രോട്ടോഗണിസ്റ്റായ ചാർലി ചെയ്യുന്നത്. ചാർലി എങ്ങനെയാണ് റിയാലിറ്റിയിൽ നിന്ന് രക്ഷപ്പെടാൻ ആണ് ഈ ഒരു സ്റ്റാമ്പ് കളക്ഷൻ തുടങ്ങി തന്നെ. It's a nice collection too. Blocks of 4 of practically every US issue, first day covers and so on. President Roosevelt collected stamps too,
അപ്പോൾ അദ്ദേഹം പറയാണ് എൻ്റെ ഗ്രാൻഡ് ഫാദറിന് ഇങ്ങനെ നല്ല കളക്ഷൻ ഉണ്ടായിരുന്നു. അദ്ദേഹം ഇങ്ങനെ പല ലക്കങ്ങളിലുള്ള മാസികകളൊക്കെ സൂക്ഷിക്കുമായിരുന്നു, US ഇഷ്യൂസിനെ പറ്റി ഡീൽ ചെയ്യുന്നത്. അതേപോലെ എന്താണ് ഫസ്റ്റ് ഡേ കവേഴ്സൊക്കെ അതായത് ലക്കങ്ങളിൽ വരുന്ന തുടക്കത്തിലെ ഫസ്റ്റ് ഡേ കവേഴ്സ് എന്ന് പറയുമ്പം ആദ്യ ലക്കങ്ങൾ എന്ന് വേണം നമുക്ക് മലയാളത്തിൽ പറയാം. അങ്ങനെയൊക്കെ കളക്ട് ചെയ്ത് സൂക്ഷിക്കുമായിരുന്നു. എന്നിട്ട് പറയാണ് പ്രസിഡന്റ് റൂസ്വെൽറ്റ്, അതായത് അമേരിക്കയിലെ പ്രസിഡന്റ് ആയിരുന്ന റൂസ്വെൽറ്റും സ്റ്റാമ്പ് കളക്ട് ചെയ്യുമായിരുന്നു, യു നോ എന്നിങ്ങനെ പ്രൊട്ടഗണിസ്റ്റായ അദ്ദേഹം പറയുകയാണ്. എനിവേ ഹിയർ ഇസ് വാട്ട് ഹാപ്പൻ അറ്റ് ഗ്രാൻഡ് സെൻട്രൽ. അപ്പോൾ അദ്ദേഹം ഒരു ഇൻട്രൊഡക്ഷൻ ഇത്രയും പറഞ്ഞ ശേഷം പറയാണ്, എന്ത് തന്നെയായാലും ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ സംഭവിച്ചത് എന്താണെന്ന് ഞാൻ പറയാം. അപ്പോൾ നമ്മുടെ ടൈറ്റിൽ ഓർക്കണം, ദ തേർഡ് ലെവൽ എന്നാണ്. അപ്പോൾ ഈ തേർഡ് ലെവൽ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ എക്സ്പീരിയൻസ് ചെയ്തു? ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രൊട്ടഗണിസ്റ്റ് ചാർലി എക്സ്പീരിയൻസ് ചെയ്തു. പറയാണ് അതിനെപ്പറ്റി ഞാൻ നിങ്ങളോട് പറയാം. One night last summer I worked late at the office. I was in a hurry to get uptown to my apartment, so I decided to take the subway from Grand Central because it's faster than the bus. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഒരു ദിവസം ഞാൻ ലേറ്റ് ആയിട്ട് ഓഫീസിൽ നിന്ന് വരുന്ന വഴിക്ക് എൻ്റെ അപ്പാർട്ട്മെൻറ്റിലേക്ക് വേഗം എത്താൻ വേണ്ടി ഞാൻ എന്ത് ചെയ്തു, ഗ്രാൻഡ് സെൻട്രലിലുള്ള സബ്വേ തിരഞ്ഞെടുത്തു. കാര്യം അത് ബസ്സിനെക്കാട്ടിലും വേഗത്തിൽ വീട്ടിലെത്താൻ സഹായിക്കും. Now I don't know why this should have happened to me. I am just an ordinary guy named Charlie, 31 years old, and I was wearing a tan gabardine suit and a straw hat with a fancy band. I passed a dozen men who looked just like me, and I wasn't trying to escape from anything. I just wanted to get home to Louisa, my wife. അപ്പോൾ അദ്ദേഹം പറയാണ്, എന്തുകൊണ്ടാണ് എനിക്കിങ്ങനെ സംഭവിച്ചെന്ന് അറിയത്തില്ല. ഞാനൊരു സാധാരണ വ്യക്തിയാണ്, എൻ്റെ പേര് ചാർലി എന്നാണ്, 31 വയസ്സുണ്ട്. ഞാൻ എന്താണ് അദ്ദേഹത്തിൻ്റെ അറ്റയർ അല്ലെങ്കിൽ വേഷത്തെ പറ്റി പറയാണ്, ടാൻ ഗാബാർഡൈൻ സ്യൂട്ട് എന്നാണ് അതിന് പറയുന്നത്. അത് നമ്മൾ ജസ്റ്റ് ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ അതിൻ്റെ പടം കാണാൻ പറ്റും. ടാൻ എന്ന് പറഞ്ഞാൽ അവിടെ കളറാണ് സിഗ്നിഫൈ ചെയ്യുന്നത്, ലൈറ്റ് ബ്രൗൺ കളർ. പ്രധാനമായിട്ടും ഈ ഒരു സ്യൂട്ട് ഉണ്ടാക്കിയിരിക്കുന്ന വൂൾ ക്ലോത്ത് വെച്ചാണ്, വാട്ടർ റെസിസ്റ്റൻസ് ഉള്ള ഒരു സ്യൂട്ടാണ്. മാത്രമല്ല സ്ട്രോ ഹാറ്റ്, ആ സ്ട്രോ ഹാറ്റിന് ഒരു ഫാൻസി ബാൻഡൊക്കെ ഉള്ളതാണ് അദ്ദേഹത്തിൻ്റെ വേഷം. ഐ പാസ്ഡ് എ ഡസൻ മെൻ ഹു ലുക്ക് ജസ്റ്റ് ലൈക്ക് മീ. എന്താണ്, ഒരുപാട് ആളുകളെ കടന്ന് ഞാൻ പോയി, അവരെല്ലാം എന്നെപ്പോലെ ഇരിക്കുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത്. ആൻഡ് ഐ വാസൻ ട്രൈങ് ടു എസ്കേപ്പ് ഫ്രം എനിത്തിങ്. പക്ഷെ ഞാൻ ഒന്നിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുമല്ലായിരുന്നു. എനിക്ക് എങ്ങനെയും എൻ്റെ വൈഫായ ലൂയിസയുടെ അടുത്ത് എത്തിയാൽ മതി. I turned into Grand Central from Vanderbilt Avenue and went down the steps to the first level where you take trains like the 20th century. അപ്പോൾ അദ്ദേഹം പറയാണ്, ഞാൻ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലെത്തി. എന്താണ്, വാണ്ടർബിൽറ്റ് അവന്യൂവിൽ നിന്ന് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലെത്തി. അവിടെ നിന്ന് ഞാൻ കുറച്ച് സ്റ്റെപ്പുകൾ ഇറങ്ങി ഫസ്റ്റ് ലെവൽ, അതായത് ആ സ്റ്റേഷനിലെ ഫസ്റ്റ് ലെവലിലെത്തി. അവിടെ നിന്ന് നമുക്ക് 20ാം സെഞ്ച്വറിയിലുള്ള ട്രെയിൻസൊക്കെ അവിടെ നമുക്ക് ക്യാച്ച് ചെയ്യാൻ പറ്റും. 20ാം സെഞ്ച്വറിയിൽ ലൈക്ക് ദ 20th സെഞ്ച്വറി, അതായത് ഇവിടെ പറയുന്നത് അവിടെ ആ ഒരു സമയത്തുണ്ടാകുന്ന ട്രെയിൻസ്, അതുപോലെ ഇരിക്കുന്ന ട്രെയിൻസ് നമുക്ക് അവിടെ നിന്ന് പിടിക്കാം. ദെൻ ഐ വാക്ക് ഡൗൺ അനദർ ഫ്ലൈറ്റ് ടു ദ സെക്കൻഡ് ലെവൽ. പിന്നെ കുറച്ചുകൂടെ മുൻപോട്ട് കഴിയുമ്പോൾ കുറച്ച് സ്റ്റെപ്സും കൂടെ ഇറങ്ങി കഴിയുമ്പോൾ അടുത്ത സെക്കൻഡ് ലെവലിലെത്തും. വേർ ദ സബർബൻ ട്രെയിൻസ് ലീവ് ഫ്രം ഡക്ട് ഇൻ ടു ആൻ ആർച്ച്ഡ് ഡോർവേ ഹെഡിങ് ഫോർ ദ സബ്വേ ആൻഡ് ഗോട്ട് ലോസ്റ്റ്. അപ്പം അടുത്ത ലെവൽ എന്ന് പറഞ്ഞാൽ സബർബൻ ട്രെയിൻസ് ഒക്കെ അവിടെ നിന്നാണ് പോകുന്നത്. That's easy to do. I have been in and out of Grand Central hundreds of times, but I am always bumping into new doorways and stairs and corridors. അപ്പോൾ അദ്ദേഹം പറയുന്നത്, ഞാനിവിടെ ഒരുപാട് 100 കണക്കിന് ഞാനിവിടെ സമയങ്ങൾ അല്ലെങ്കിൽ അവസരങ്ങൾ ഞാനിവിടെ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്. പക്ഷെ ഓരോ തവണയും വരുമ്പോൾ എന്താണ്, പുതിയ പുതിയ വഴികളും പുതിയ പുതിയ എന്താ വെച്ചാൽ കയറുന്ന ഏണിപ്പടികളും അതേപോലെ തന്നെ സ്റ്റെപ്സും കോറിഡോഴ്സും എല്ലാം കാണാൻ സാധിക്കും. Once I got into a tunnel about a mile long and came out in the lobby of the Roosevelt Hotel. Another time I came up in an office building on 46th Street 3 blocks. അദ്ദേഹം പറയുകയാണ്, ഒരു തവണ ഞാനിവിടെ എന്താണ് ഒരു ടണലിനകത്തൂടെ കടന്ന് ഒരു മൈൽ നീളത്തിലുള്ള ഒരു ടണലിനകത്തൂടെ കടന്ന് പുറത്ത് വന്നപ്പോഴത്തേക്കിനും എന്താണ്, കെയിം ഔട്ട് ഇൻ ദ ലോബി, അവിടെ പുറത്ത് വന്നപ്പോൾ എന്താണ്, റൂസ്വെൽറ്റ് ഹോട്ടൽ എന്ന് പറഞ്ഞ സ്ഥലത്തെത്തി. വേറൊരു സമയത്ത് ഞാൻ എന്ത് ചെയ്തു, ഒരു ഓഫീസ് ബിൽഡിങ്ങിൻ്റെ 46th Street അവിടെ അനദർ ടൈം ഐ കെയിം അപ്പ് ഇൻ ആൻ ഓഫീസ് ബിൽഡിംഗ് ഓൺ 46th സ്ട്രീറ്റിലെ ഒരു ഓഫീസ് ബിൽഡിങ്ങിൽ ഞാൻ എത്തുകയുണ്ടായി. അതിവിടെ നിന്ന് 3 blocks അകലെയാണ്. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പഴയ കാര്യങ്ങളൊക്കെ ഒന്ന് റീകോൾ ചെയ്യുക. അപ്പോൾ ഇനി നമ്മൾ പറയാൻ പോകുന്നതാണ് തേർഡ് ലെവൽ. അപ്പോൾ ഇപ്പോൾ ഫസ്റ്റ് 2 ലെവൽസിനെ പറ്റി അദ്ദേഹം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു.
ഇനി അടുത്ത ഭാഗം നോക്കാം. സംടൈംസ് ഐ തിങ്ക് ഗ്രാൻഡ് സെൻട്രൽ ഇസ് ഗ്രോയിങ് ലൈക്ക് എ ട്രീ, പുഷിംഗ് ഔട്ട് ന്യൂ കോറിഡോർസ് ആൻഡ് സ്റ്റെയർ കേസസ് ലൈക്ക് റൂട്ട്സ്. അപ്പോൾ അദ്ദേഹം പറയാണ്, ചിലപ്പോൾ ഞാൻ ചിന്തിക്കും ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ എന്ന് വെച്ചാൽ ഒരു മരം പോലെയാണ്. അതായത് പുതിയ വഴികളും പുതിയ സ്റ്റെയർ കേസസും എല്ലാം ഒരു വേരുകൾ പോലെ അങ്ങ് താഴേക്ക് അങ്ങ് വളരുകയാണ്. There is probably a long tunnel that nobody knows about, feeling its way under the city right now, on its way to Times Square and maybe another to Central. അദ്ദേഹം പറയാണ്, മിക്കവാറും ഒരു വലിയ ടണൽ കാണും, ആർക്കും അറിയാൻ വയ്യാത്തൊരു ടണൽ കാണും ഇതിൻ്റെ താഴെ. ഇത് പറയാണ് അണ്ടർ ദ സിറ്റി റൈറ്റ് നൗ, ഇപ്പോൾ ഉണ്ടായിരിക്കും. ആ ഒരു ടണൽ ചിലപ്പോൾ ടൈം സ്ക്വയറിലോട്ടായിരിക്കും പോകുന്നത്, ചിലപ്പോൾ സെൻട്രൽ പാർക്കിലോട്ടായിരിക്കും പോകുന്നത്. അദ്ദേഹം ഇങ്ങനെ ജസ്റ്റ് ഇമാജിൻ ചെയ്യുകയാണ്. ഇമാജിൻ ചെയ്യാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ അത്രയ്ക്കും വളരെ വേഗത്തിലാണ് ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ വളരുന്നത്. ആൻഡ് മേ ബി ബിക്കോസ് ഫോർ സോ മെനി പീപ്പിൾ ത്രൂ the years, Grand Central has been an exit way of escape. Maybe that's how the tunnel I got into, but I never told my psychiatrist friend about that idea. അപ്പം അദ്ദേഹം പറയാണ്, ശരിക്കും പറഞ്ഞാൽ ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു എക്സിറ്റ് ആണ്. അതായത് നമുക്ക് രക്ഷപ്പെടാനുള്ള ഒരു വഴിയായിട്ടാണ് അത് അദ്ദേഹം പറയുന്നത്. മേ ബി ദാറ്റ്സ് ഹൗ ദ ടണൽ ഐ ഗോൺ. പക്ഷെ അങ്ങനെ എസ്കേപ്പ് ചെയ്യാനുള്ള വഴി അത് ആയതുകൊണ്ടായിരിക്കാം ഞാൻ ചിലപ്പം ആ ഒരു ടണലിൽ എത്തിപ്പെട്ടത്. ടണൽ ഉദ്ദേശിക്കുന്നത് ആ ഒരു 3rd ലെവലിൽ എത്തിപ്പെട്ടത്. പക്ഷെ ഞാൻ ഈ ഒരു കാര്യം അല്ലെങ്കിൽ ഈ എക്സിറ്റ് ചെയ്യാനുള്ള ഈ വഴിയെപ്പറ്റി ഞാൻ എൻ്റെ ഈ ഒരു ഐഡിയയെപ്പറ്റി സൈക്കാട്രിസ്റ്റ് ഫ്രണ്ടിനോട് പറഞ്ഞിട്ടില്ല. 3rd ലെവലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, പക്ഷേ ഇതൊരു വേ ഓഫ് എസ്കേപ്പ് ആയിട്ട് അല്ലെങ്കിൽ ഒരു എക്സിറ്റ് ആയിട്ടൊന്നും ഞാൻ എൻ്റെ ഫ്രണ്ടിനോട് ഞാൻ പറഞ്ഞിട്ടില്ല. The corridor I was in began angling left and slanting downward, and I thought that was wrong, but I kept on walking. All I could hear was the empty sound of my own footsteps, and I didn't pass a soul. Then I heard that sort of hollow roar ahead that means open space and people talking. The tunnel turned sharp left. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് കോറിഡോറിൽ കൂടെ. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ഇങ്ങനെ ആ ഒരു വഴിയുടെ കാര്യം പറയാം. ചെറിയൊരു താഴേക്കൊരു സ്ലാൻഡിങ് ആയിട്ടുള്ള വഴിയാണ്. അപ്പോൾ അദ്ദേഹത്തിന് തോന്നി തെറ്റായ വഴിയാണ്. പക്ഷെ അദ്ദേഹം വീണ്ടും ആ വഴിയിൽ കൂടെ തന്നെ നടക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഫുട് സ്റ്റെപ്സ് അല്ലാതെ വേറെ ഒന്നും കേൾക്കാൻ പറ്റുന്നില്ല. അതുവഴി ആരും തന്നെ ഒരു മനുഷ്യൻ പോലും അതുവഴി കടന്നു പോകുന്നില്ല. പക്ഷെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. അതായത് കുറച്ചുകൂടെ ചെന്ന് കഴിയുമ്പം ഒരു ഓപ്പൺ സ്പേസ് ആണെന്നും അവിടെ നിന്ന് കുറച്ച് സൗണ്ടൊക്കെ കേൾക്കാം, ആളുകൾ സംസാരിക്കുന്നത് ഒക്കെ അദ്ദേഹത്തിന് കേൾക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ ഈ ടണൽ എന്ത് ചെയ്തു, ടേൺ ഷാർപ്പ് ലെഫ്റ്റ്, അതായത് പെട്ടെന്ന് തന്നെ ഇത് ലെഫ്റ്റിലേക്ക് ഈ ടണൽ തിരിഞ്ഞു. അദ്ദേഹം കുറച്ച് സ്റ്റെയർസൊക്കെ ഇറങ്ങി ചെന്നപ്പം ആൻഡ് കെയിം ഔട്ട് ഓൺ ദ 3rd ലെവൽ അറ്റ് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ. അപ്പോൾ അദ്ദേഹം എവിടെ എത്തി, ഈ ഒരു ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിലെത്തി. For just a moment, I thought I was back on the 2nd floor, but I saw the room was smaller. There were fewer ticket windows and train gates, and the information booth in the center was wood and all looking. And the man in the booth wore a green shade and long black sleeve protectors. The lights were dim and sort of flickering. Then I saw why. They were open flame gas lights. അപ്പോൾ അദ്ദേഹം പറയുന്നത് പെട്ടെന്ന് തന്നെ അദ്ദേഹം 3rd ലെവലിലെത്തി. അദ്ദേഹം ചിന്തിക്കുകയാണ്, ഒരു നിമിഷത്തേക്ക് ഞാൻ ഓർത്തു ഞാൻ ഈ വന്ന വഴി, അതായത് 2nd ലെവൽ വഴിയാണല്ലോ 3rd ലെവലിലെത്തിയത്, വീണ്ടും 2nd ലെവലിൽ വന്നു എന്ന് ഞാനൊരു നിമിഷം ചിന്തിച്ചു. പക്ഷെ എനിക്കൊരു കാര്യം മനസ്സിലായി, ആ റൂം വളരെ ചെറുതാണ്. അവിടെ കുറച്ച് ടിക്കറ്റ് വിൻഡോസും ട്രെയിൻ ഗേറ്റ്സും ഉണ്ട്. പിന്നെന്താണ് അവിടുത്തെ ആ ഒരു ഇൻഫർമേഷൻ ബൂത്ത് എന്ന് പറയുന്നത് തടി കൊണ്ടുണ്ടാക്കിയ പഴയ സ്റ്റൈലിലുള്ള ഒരു ഇതാണ്. അവിടെ ഇരിക്കുന്ന മനുഷ്യൻ, അതായത് ഈ ബൂത്തിലിരിക്കുന്ന മനുഷ്യൻ ഒരു ഗ്രീൻ ഷെയ്ഡ് ധരിച്ചിട്ടുണ്ട്. ഐ ഷെയ്ഡാണ്, അതായത് കണ്ണുകൾ ഇങ്ങനെ ഗ്രീൻ ഐ ഷെയ്ഡാണ് ധരിച്ചിരിക്കുന്നത്. അപ്പം ഈ ഒരു ഗ്രീൻ ഐ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ 19-20 സെഞ്ച്വറികളിൽ അക്കൗണ്ടന്റുമാരും ടെലിഗ്രാഫേഴ്സും കോപ്പി എഡിറ്റേഴ്സും ഒക്കെ ധരിക്കുന്ന ഒരു ഗ്രീൻ ഐ ഷെയ്ഡ്. അത് കൂടുതലായിട്ട് നമ്മൾ കണ്ണിനെ കൂടുതൽ സ്ട്രെയിനിൽ നിന്നൊക്കെ രക്ഷിക്കാൻ വേണ്ടി ധരിച്ചിരുന്ന ഒരിതാണ്. മാത്രമല്ല ആൻഡ് ലോങ് ബ്ലാക്ക് സ്ലീവ് പ്രൊട്ടക്ടേഴ്സ്, അതായത് 2 ആംസിലും ധരിക്കുന്ന നമ്മുടെ ഇത് പറയുന്ന ഒരു ഗ്ലൗസ് എന്ന് വേണേൽ നമുക്ക് ജസ്റ്റ് പറയാം. അതായത് ഷീൽഡ് വർക്കേഴ്സ് ആംസ് എന്നാണ് അതിന് വേറൊരു പേര് പറയുന്നത്. കൈകളെ ഇങ്ങനെ മുറിവിൽ നിന്നും ഒക്കെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള
ഒരു പ്രൊട്ടക്ടറായിട്ട് ഉള്ളൊരു ഇതാണ്. നമ്മുടെ കയ്യിലൊക്കെ നമ്മൾ അല്ലേ ഈ ബൈക്കിലൊക്കെ യാത്ര ചെയ്യുമ്പം കയ്യിൽ നമ്മൾ സൺലൈറ്റ് ഒന്നും ഇരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു ജസ്റ്റ് സോക്സ് ഒക്കെ പോലെ നമുക്ക് തോന്നും. അങ്ങനത്തെ ഒരു ഇതാണ്. നമ്മൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ പടം കാണണമെങ്കിൽ ഗൂഗിളിൽ അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി പറയുകയാണ് ദ ലൈറ്റ്സ് വെർ ഡിം ആൻഡ് സോർട്ട് ഓഫ് ഫ്ലിക്കറിങ്. അപ്പോൾ അവിടുത്തെ ലൈറ്റ്സ് എന്ന് പറഞ്ഞാൽ വളരെ ഡിമ്മായിട്ടുള്ള ലൈറ്റ്സ് ആണ്. അതേപോലെ തന്നെ ഫ്ലിക്കറിങ് ലൈറ്റ്സ്. ഫ്ലിക്കറിംഗ് എന്ന് പറയുമ്പോൾ വേവറിങ്, അതായത് സ്റ്റഡി അല്ലാത്ത ലൈറ്റ്സ്. അതായത് അത് നമ്മൾ സാധാരണ ബൾബ് ഇടുമ്പോൾ വളരെ സ്റ്റഡി ആയിട്ടല്ലേ എന്താണ് ബൾബ് കത്തുന്നത്. ചിലപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും വോൾട്ടേജ് ഇഷ്യൂ ഒക്കെ വരുമ്പോൾ ഇങ്ങനെ മിന്നി 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 കത്തും. ആ ഒരു വേവറിങ് ആയിട്ടുള്ള ലൈറ്റാണ്. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ഓർത്തിരിക്കണം. അതായത് ഞാൻ ഓൾറെഡി തന്നെ പറഞ്ഞു കഴിഞ്ഞു, അദ്ദേഹത്തിൻ്റെ സ്റ്റോറീസിനകത്ത് ഒരു ഹൊററായിട്ടുള്ള, ഹൊറർ എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല, പക്ഷേ അതൊരു അങ്ങനത്തെ ഒരു തീം ഓഫ് ഒരു തീമിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിം ലൈറ്റ് എന്നുള്ളത് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്ന ഒരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ആംബിയൻസ് കൊടുക്കാൻ വേണ്ടിയാണ് ആ ഒരു ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ദെൻ ഐ സോ വൈ ദേ വർ ഓപ്പൺ ഫ്ലെയിം ഗ്യാസ് ലൈറ്റ്സ്. അപ്പോൾ അദ്ദേഹം പറയാണ് എനിക്ക് അത് എന്തുകൊണ്ടാണ് ഇങ്ങനെ മിന്നി 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 കത്തുന്നത് അല്ലെങ്കിൽ വേവറിങ് ആയിട്ട് കത്തുന്നതെന്ന് എനിക്ക് മനസ്സിലായി. ദെൻ ഐ സോ എനിക്ക് മനസ്സിലായി. കാരണം എന്താണ്, അത് ഓപ്പൺ ഫ്ലെയിം ഗ്യാസ് ലൈറ്റ്സ് ആണ് അദ്ദേഹത്തിന് മനസ്സിലായി. ഓപ്പൺ ഫ്ലെയിം ഗ്യാസ് ലൈറ്റ്സ് എന്ന് വെച്ചാൽ നമ്മുടെ ഈ എൻട്രൻസസിലും വാക്ക് വേസിലും ഗാർഡൻസിലും അതുപോലെ എൻ്റർടൈൻമെൻറ്റ് സ്പേസസിലും ഒക്കെ വെച്ചിരിക്കുന്ന ഒരുതരം ലൈറ്റാണ്. അതായത് ഒരു ഗ്ലാസ്സിനകത്താണ് ആ ലൈറ്റ് വെച്ചിരിക്കുന്നത്. അതെന്ന് വെച്ചാൽ ആ ഒരു സ്ഥലത്തിനൊരു ഡ്രമാറ്റിക് ആയിട്ടുള്ള ആംബിയൻസ് കൊടുക്കാൻ വേണ്ടി. ചില ഹോട്ടൽസിൽ ചെല്ലുമ്പോഴും അല്ലെങ്കിൽ റെസ്റ്റോറൻറ്റ്സിൽ പോകുമ്പോൾ, റെസ്റ്റോറൻറ്റ്സിൽ അങ്ങനെ നമുക്ക് വേവറിങ് ലൈറ്റ്സ് കാണാൻ പറ്റില്ല, പക്ഷേ ഡിം ലൈറ്റ്സ് കൂളായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ആളുകളെ കുറച്ചുകൂടെ ആകർഷിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഗാർഡൻസിൽ എൻ്റർടൈൻമെൻറ്റ് ഒക്കെ സ്പേസസിലൊക്കെ അങ്ങനത്തെ ലൈറ്റ്സ് നമുക്ക് കാണാൻ പറ്റും. അപ്പം പിന്നീടാണ് നമ്മുടെ പ്രൊട്ടഗണിസ്റ്റായ ചാർലിക്ക് മനസ്സിലാകുന്നത് അതെല്ലാം ഓപ്പൺ ഫ്ലെയിം ഗ്യാസ് ലൈറ്റ്സ് ആണ് മനസ്സിലാകുന്നത്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തേർഡ് ലെവലിൽ താൻ കണ്ട കാര്യങ്ങളാണ്. ഇനി അടുത്ത കണ്ട കാര്യങ്ങൾ പറയാണ്. There were brass spittoons on the floor and across the station a glint of light caught my eye. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, അദ്ദേഹം ആ ഒരു തേർഡ് ലെവലിൽ ചെന്നപ്പോൾ അദ്ദേഹത്തിന് ബ്രാസ് സ്പിറ്റൂൺസ് കാണാൻ പറ്റി. സ്പിറ്റൂൺസ് എന്ന് വെച്ചാൽ എന്താണ്, ഈ അടിവശം പരന്നിരിക്കുന്ന കണ്ടെയ്നേഴ്സിനെയാണ് സ്പിറ്റൂൺസ്. അത് എന്തുകൊണ്ട് ഉണ്ടാക്കിയതാ? ബ്രാസ് അല്ലെങ്കിൽ മെറ്റൽ കൊണ്ടുണ്ടാക്കിയ കണ്ടെയ്നേഴ്സാണ്. അത് ഇങ്ങനെ ഈ ഫ്ലോറിലെല്ലാം ഉണ്ട്, അതായത് തറയിലെല്ലാം കാണാൻ സാധിക്കും. അതെന്ന് വെച്ചാൽ ആ ഒരു അന്നത്തെ സമയത്തെന്ന് വെച്ചാൽ അതെല്ലാം ഈ ഓരോരോ ട്രേഡ്സ്, ഇതിനകത്ത് കാണുന്ന ഓരോരോ കാര്യങ്ങളും അന്നത്തെ ആ ഒരു കാലഘട്ടത്തിലുള്ള കാര്യങ്ങളെ കാണിക്കും. അതായത് ആ സമയത്ത് ടുബാക്കോ പബ്ലിക്കായിട്ട് ചൂ ചെയ്ത് സ്പിറ്റ് ചെയ്യുന്ന ഹാബിറ്റ് ആളുകൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി അവിടെ വെച്ചിരുന്ന ഇതാണ് ഇങ്ങനത്തെ ഈ ബ്രാസ് സ്പിറ്റൂൺസ് വെച്ചിരുന്നത്. ആൻഡ് അക്രോസ് ദ സ്റ്റേഷൻ എ ഗ്ലിൻഡ് ഓഫ് ലൈറ്റ് കോട്ട് മൈ ഐ. മാത്രമല്ല ആ ഒരു സ്റ്റേഷനിൽ തന്നെ ഒരു ചെറിയൊരു ലൈറ്റിൻ്റെ ഒരു ഇത് അദ്ദേഹത്തിൻ്റെ കണ്ണിൽ ഉടക്കുകയുണ്ടായി. എ മാൻ വാസ് പുള്ളിങ് എ ഗോൾഡ് വാച്ച് ഫ്രം ഹിസ് വെസ്റ്റ് pocket. He snapped open the cover, glanced at his watch and frowned. He wore a derby hat, a black 4-button suit with tiny lapels, and he had a big black handlebar mustache. Then I looked around and saw that everyone in the station was dressed like 1890 something. അപ്പോൾ അദ്ദേഹം അടുത്ത കാഴ്ച കാണുന്നത് ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ പോക്കറ്റിൽ നിന്ന്, വെസ്റ്റ് പോക്കറ്റ് എന്ന് പറഞ്ഞാൽ അതിനകത്ത് അധികം സ്പേസ് ഒന്നും ഇല്ലാത്തൊരു പോക്കറ്റിനകത്തുനിന്ന് ഒരു സ്വർണ്ണ വാച്ച് എടുത്തിട്ട് അദ്ദേഹം കവറെല്ലാം തുറന്നിട്ട് ആ വാച്ചിലോട്ട് നോക്കിയിട്ട് അദ്ദേഹം ഫ്രൗൺ ചെയ്തു. ഫ്രൗൺ എന്ന് വെച്ചാൽ ഡിസപ്രൂവ് ചെയ്യുക, അല്ലെങ്കിൽ അതിനോട് യോജിക്കാത്ത വണ്ണം ഇങ്ങനെ ഫേസിൽ എക്സ്പ്രഷൻ ഇങ്ങനെ കാണിക്കുക. ഹി വോർ എ ഡേർബി ഹാറ്റ്. ഡേർബി ഹാറ്റ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും, ബൗളർ ഹാറ്റ് എന്ന് അതിന് നമ്മൾ പറയും. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ ഒരു സ്യൂട്ടിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ എ ബ്ലാക്ക് 4-button സ്യൂട്ടാണ് വിത്ത് ടൈനി ലാപ്പൽസ് എന്ന് പറയും. ലാപ്പൽ എന്ന് പറഞ്ഞാൽ ഒരു ഗാർമെൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ ആയിരിക്കും. അത് അത് പുറകിലേക്ക് ഫോൾഡ് ചെയ്തും, മാത്രമല്ല അത് കോളറിൻ്റെ ഒരു പാർട്ടായിട്ടുമുള്ള ആ ഒരു സ്റ്റൈലിനെയാണ്, ഒരു ജസ്റ്റ് സ്യൂട്ടിൻ്റെ ഒരു സ്റ്റൈലാണത്. മാത്രമല്ല അദ്ദേഹത്തിനൊരു വലിയ കറുത്ത ഒരു ഹാൻഡിൽ ബാർ മുസ്റ്റാഷ് ഉണ്ട്, അതായത് വളരെ നീളം കൂടിയ ഒരു മുസ്റ്റാഷും അദ്ദേഹത്തിന് ഉണ്ട്.
നമുക്ക് വേണേൽ താടി എന്ന് വേണേൽ അതിനെ വിശേഷിപ്പിക്കാം. അദ്ദേഹത്തിനുണ്ട്. Then I looked around and saw that everyone in the station was dressed like 1890 something. അദ്ദേഹം പറയാണ്, അദ്ദേഹം ചുറ്റും നോക്കിയപ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി എല്ലാവരും ഏകദേശം ഒരു നമ്മൾ പറയില്ല 1900 2000 എന്നൊക്കെ പറഞ്ഞ പോലെ തന്നെ എന്താണ് 1890 സംതിങ് വർഷത്തിലുള്ള ആൾക്കാരെ പോലെയൊക്കെയാണ് അവിടുത്തെ ആൾക്കാർ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പം ഞാനിവിടെ പറഞ്ഞു കഴിഞ്ഞു, മുസ്റ്റാഷിനെ പറ്റി പറഞ്ഞല്ലേ. അപ്പം ആ സമയത്ത് വേറൊരു കാര്യം എന്ന് വെച്ചാൽ 18ാം സെഞ്ച്വറിയിലെ സോൾജിയേഴ്സ്, അവിടെയുള്ള സോൾജിയേഴ്സ് മിലിറ്ററി ആൾക്കാർ അല്ലെ മിലിറ്ററി മെന്നിനെയും സാധാരണ പൗരന്മാരെ തമ്മിൽ ഡിഫറൻസ് അല്ലെങ്കിൽ അവരുടെ വ്യത്യാസം മനസ്സിലാക്കുന്ന ഈ മുസ്റ്റാഷ് വഴിയായിരുന്നു മനസ്സിലാക്കുന്നത്. അപ്പം മേ ബി ഇദ്ദേഹം ഒരു സോൾജർ ആയിരിക്കാനാണ് സാധ്യത. ഇനി അടുത്തത് അദ്ദേഹം പറയണം, ഐ നെവർ സോ മെനി ബിയേർഡ്സ്, സൈഡ് ബേൺസ് ആൻഡ് ഫാൻസി മുസ്റ്റാഷ് ഇൻ മൈ ലൈഫ്. അദ്ദേഹം പറയാണ്, ഞാൻ ഇങ്ങനത്തെ മീശയും അതേപോലെ സൈഡ് ബേൺസ് എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ മലയാളത്തിൽ പറഞ്ഞാൽ കൃതാവ് എന്ന് പറയും. അങ്ങനത്തെ അതുപോലെ തന്നെ രസകരമായ എന്താണ് ഈ താടിയും ഒന്നും ഞാൻ കണ്ടിട്ടേ ഇല്ല എൻ്റെ ലൈഫിൽ. പ്രൊട്ടഗണിസ്റ്റായ ചാർലി പറയുകയാണ്, എ വുമൺ വാക്ക്ഡ് ഇൻ ത്രൂ ദ ട്രെയിൻ ഗേറ്റ്. ഷീ വർ എ ഡ്രസ് വിത്ത് ലെഗ് ഓഫ് മട്ടൺ സ്ലീവ്സ് ആൻഡ് സ്കേർട്സ് ടു ദ ടോപ്പ് ഓഫ് ഹർ ഹൈ ബട്ടൺ ഷൂസ്. അപ്പം അങ്ങനെ നിൽക്കുമ്പോഴത്തേക്കിനും ആ ഒരു ട്രെയിൻ ഗേറ്റിൻ്റെ അതുവഴി ഒരു സ്ത്രീ കടന്നു പോകുന്നുണ്ട്. പിന്നെ ആ സ്ത്രീയുടെ ആ ഒരു ഡ്രസ്സിനെ പറ്റിയാണ് പറയുന്നത്. അതായത് ലെഗ് ഓഫ് മട്ടൺ സ്ലീവ്സ് എന്ന് വെച്ചാൽ ഫുള്ളി കവേർഡ് ആയിട്ടുള്ളൊരു ഡ്രസ്സാണത്. അതേപോലെ തന്നെ നമ്മുടെ എന്താണ് ഷൂസിനെ പറ്റി പറയുന്ന ഹൈ ബട്ടൺഡ് ഷൂസ് അല്ലെങ്കിൽ ആംഗിൾ ബൂട്ട് എന്ന് നമ്മൾ പറയും. അതാണ് ആ ഒരു സ്ത്രീയുടെ വേഷം. ബാക്ക് ഓഫ് ഹെർ ഔട്ട് ഓൺ ദ ട്രാക്സ് ഐ കോട്ട് എ ഗ്ലിംസ് ഓഫ് എ ലോക്കോമോട്ടീവ് ആൻഡ് എ വെരി സ്മോൾ ക്യൂരിയർ ആൻഡ് ഐവ്സ് ലോക്കോമോട്ടീവ് വിത്ത് എ ഫണൽ ഷേപ്പ് സ്റ്റാക്ക്. അപ്പം അദ്ദേഹം വീണ്ടും പറയാണ്, ഞാൻ പിന്നീട് കണ്ടത് ഒരു ചെറിയൊരു കാര്യം, ക്യൂരിയർ ആൻഡ് ഐവ്സ് എന്ന് വെച്ചാൽ ഒരു US കമ്പനിയാണ്. ഒരു US കമ്പനിയായിരുന്നു which produces more than 7,000 different colored lithographs പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനിയായിരുന്നു. അതായത് മെറ്റൽ പ്ലേറ്റ്സിൽ നിന്നും പ്രിന്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു കമ്പനിയായിരുന്നു ഈ ക്യൂരിയർ ആൻഡ് ഐവ്സ്. അപ്പോൾ അതേ സമയത്ത് ഒരു ലോക്കോമോട്ടീവും കണ്ടു. പിന്നെ ഈ ഒരു ഒരു ക്യൂരിയർ ആൻഡ് ഐവ്സ് ലോക്കോമോട്ടീവ് വിത്ത് എ ഫണൽ ഷേപ്പ് സ്റ്റാക്കും അദ്ദേഹം കാണുകയുണ്ടായി. ആൻഡ് ദെൻ ഐ ന്യൂ. അപ്പോൾ അദ്ദേഹത്തിന് ഇത്രയും കാഴ്ചകളൊക്കെ തേർഡ് ലെവലിൽ അദ്ദേഹം കണ്ടു. ഇനി അടുത്ത, ടു മേക്ക് ഷുവർ ഐ വാക്ക്ഡ് ഓവർ ടു എ ന്യൂസ് ബോയ് ആൻഡ് ഗ്ലാൻസ്ഡ് അറ്റ് ദ സ്റ്റാക്ക് ഓഫ് പേപ്പേഴ്സ് അറ്റ് ഹിസ് ഫീറ്റ്. അപ്പോൾ ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിനൊരു ചെറിയ ഡൗട്ടൊക്കെ വരുന്നുണ്ട്, ഇത് ഏതാ സ്ഥലം അല്ലേ, ഇത് ഏതാണ് സ്ഥലം, ഇത് തേർഡ് ലെവൽ തന്നെയാണോ? അപ്പോൾ അദ്ദേഹം അത് ഉറപ്പ് വരുത്താൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന ഒരു ന്യൂസ് ബോയുടെ അടുത്ത് പോയിട്ട് അവിടെ ആ പത്രക്കെട്ടുകളിലേക്ക് നോക്കി. അദ്ദേഹത്തിൻ്റെ കാലിൻ്റെ അവിടെ ഇങ്ങനെ ഈ പത്രക്കെട്ട് ഇരിപ്പുണ്ട്. അപ്പോൾ അത് എഴുതിയിരിക്കുവാണ്, ഇറ്റ് വാസ് ദ വേൾഡ് ആൻഡ് ദ വേൾഡ് ഹാസൻ ബീൻ പബ്ലിഷ് ഫോർ ഇയേഴ്സ്. അപ്പോൾ പറയുകയാണ്, അതിൻ്റെ മുകളിൽ എഴുതിയിരിക്കുന്ന ദ വേൾഡ് എന്ന് പറയുന്ന ഒരു ന്യൂസ് പേപ്പറാണ്. അപ്പോൾ ഈ ഒരു ന്യൂസ് പേപ്പർ എന്ന് വെച്ചാൽ ഏകദേശം ഒരു കുറച്ച് നാളെ ഈ ഒരു പത്രം ഓടിയിട്ടുള്ളൂ. എന്നിട്ട് പറയണം, അദ്ദേഹം തന്നെ ചിന്തിക്കുകയാണ്, ഈ ഒരു പത്രം കുറേ നാളായിട്ട് പബ്ലിഷ് പോലും ചെയ്യാത്ത പത്രമാണല്ലോ. ദ ലീഡ് സ്റ്റോറി സെറ്റ് സംതിങ് അബൌട്ട് പ്രസിഡന്റ് ക്ലീവ്ലാൻഡ്. അപ്പോൾ ഈ പത്രത്തിൻ്റെ ഫ്രണ്ട് പേജിൽ പ്രസിഡന്റ് ആയിരുന്ന ക്ലീവ്ലാൻഡിനെ പറ്റി എന്താണ് പറഞ്ഞിരിക്കുന്നത്. ഐ ഹാവ് ഫൗണ്ട് ദാറ്റ് ഫ്രണ്ട് പേജ് സെൻസ് ഇൻ ദ പബ്ലിക് ലൈബ്രറി ഫയൽസ് ആൻഡ് ഇറ്റ് വാസ് പ്രിന്റഡ് June 11, 1894. അപ്പോൾ ഫ്രണ്ട് പേജ് അദ്ദേഹത്തിന് അത് കണ്ടപ്പോൾ മനസ്സിലായി, അത് പ്രിന്റ് ചെയ്തിരിക്കുന്ന തീയതി 11th June 1894, അതായത് 1894 June 11th എന്ന് കാണാൻ പറ്റും. ഈ ഒരു വർഷം നിങ്ങൾ ഓർത്തിരിക്കണം, കാര്യം ഇത് കഴിഞ്ഞും ഈ ഒരു വർഷത്തെ പറ്റി ഇതിനകത്ത് പലയിടത്തും പറയുന്നുണ്ട്. I turned toward the ticket windows, knowing that here on the third level at Grand Central, I could buy tickets that would take Louisa and me anywhere in the United States we want to go. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, ഇനി അടുത്ത് ഇത്രയും കാഴ്ചകളൊക്കെ കണ്ടു, അദ്ദേഹം വീണ്ടും എന്ത് ചെയ്തു, ടിക്കറ്റ് വിൻഡോസിലേക്ക് പോകാൻ തീരുമാനിച്ചു. അപ്പോൾ തേർഡ് ലെവലിലുള്ള ടിക്കറ്റ് വിൻഡോസിലേക്ക് അദ്ദേഹം പോകുന്നില്ല. അപ്പം അദ്ദേഹം ചിന്തിക്കുവാണ്, ടിക്കറ്റ്സ് വാങ്ങിക്കാം, എനിക്കും എൻ്റെ ഭാര്യയ്ക്കും USA എവിടെയെങ്കിലും വേണമെങ്കിലും പോകാമല്ലോ. ഇൻ ദ ഇയർ 1894, അപ്പോൾ 1894 ആ വർഷം നടക്കുന്ന സംഭവമാണ്. അപ്പോൾ തേർഡ് ലെവലിലാണ് ആ ഒരു വർഷം. ആൻഡ് ഐ വാണ്ടഡ് 2 tickets ടു ഗെയിൽസ്ബർഗ്, ഇല്ലിനോയ്സ്. അപ്പം അദ്ദേഹം ഇന്ന് ചിന്തിക്കുകയാണ്, എനിക്ക് എന്ത് വേണം, ഇല്ലിനോയ്സിലെ ഗെയിൽസ്ബർഗിലേക്ക് പോകാൻ 2 ടിക്കറ്റുകൾ എനിക്ക് ആവശ്യമായിട്ട് വേണം. ഹാവ് യു എവർ ബീൻ ദെയർ? It's a wonderful town still, with big all-frame houses.
huge lawns and tremendous trees whose branches meet overhead and roof the trees. അപ്പം അദ്ദേഹം ആ ഒരു സ്ഥലത്തെ പറ്റിയുള്ള ഡിസ്ക്രിപ്ഷൻസ് ആണ് അവിടെ പറയുന്നത്. ഏതാണ്? ഗെയിൽസ്ബർഗിനെ പറ്റി പറയൂ. And in 1894, summer evenings were twice as long, and people sat out on their lawns, the men smoking cigars and talking quietly, the women waving palm leaf fans, with the fireflies all around in a peaceful world. To be back there with the First World War still 20 years off and World War II over 40 years in the future. I wanted 2 tickets for it. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ പറയുകയാണ്, ഗെയിൽസ്ബർഗിൽ പോകണം, അവിടെ നല്ലൊരു സ്ഥലമാണ്, ഒരുപാട് ബിഗ് ഓൾ ഫ്രെയിം ഹൗസസും ഹ്യൂജ് ലോൺ ഏരിയകളും ഒക്കെ ഉണ്ട്, വലിയ വലിയ മരങ്ങളുണ്ട്. മാത്രമല്ല സമ്മർ എന്ന് പറഞ്ഞാൽ ഡേയ്സ് ഭയങ്കര ലോങ്ങറും നൈറ്റ്സ് ഷോർട്ടറും ആയിരിക്കും. അതിനെപ്പറ്റി അദ്ദേഹം ഇവിടെ പറയുന്നുണ്ട്. അവിടെ എന്താണ്, ആളുകൾ ലോൺസിൽ ഇരുന്നുകൊണ്ട് ആണുങ്ങൾ എന്ത് ചെയ്യും, അവിടെ സിഗരറ്റ് വലിച്ചുകൊണ്ടിരിക്കും, പെണ്ണുങ്ങൾ എന്ത് ചെയ്യും, വേവിങ് പാം ലീഫ് പാൻസ് ഉപയോഗിച്ച് ഇങ്ങനെ വീശിക്കൊണ്ടിരിക്കും. പിന്നെ മാത്രമല്ല ഒരു വളരെ സമാധാനമുള്ളൊരു ലോകമാണ് അവിടെ. എന്നിട്ട് പറയാണ്, ടു ബി ബാക്ക് ദെയർ വിത്ത് ദ ഫസ്റ്റ് വേൾഡ് വാർ സ്റ്റിൽ 20 years ഓഫ്. അപ്പോൾ അദ്ദേഹം പറയുവാണ് എന്താണ്, 1894 അവിടെ, 1894 എന്ന് പറയുവാണ് എന്താണ്, ഫസ്റ്റ് വേൾഡ് വാറിന് അവിടെ അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, അതായത് ഈ 1894 ഈ ഒരു സംഭവം നടക്കുന്നത്. പക്ഷേ ഇനി വീണ്ടും 1914 വേൾഡ് വാർ ഫസ്റ്റ് നടക്കുക. അപ്പോൾ അദ്ദേഹം പറയാണ്, ഈ 1894 നിന്നും ഫസ്റ്റ് വേൾഡ് വാറിലേക്ക് 20 വർഷവും അതേപോലെ എന്താണ് വേൾഡ് വാർ 2ലേക്ക് 40 വർഷവും ഉണ്ട്. അതുകൊണ്ട് എന്താണ്, എനിക്കും ഭാര്യയ്ക്കും ഒരു ടിക്കറ്റ്സ് അങ്ങോട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് വേണം. അപ്പം ഇവിടെ അദ്ദേഹം എന്താണ്, റിയാലിറ്റിയിൽ നിന്ന്, കാര്യം എന്താണ്, ഇനിയും വേൾഡ് വാറും ഇതൊക്കെ ഓൾറെഡി നടന്നു കഴിഞ്ഞ കാര്യമാണ്. പക്ഷെ അദ്ദേഹം ചിന്തിക്കുവാണ്, ഇനി ഫസ്റ്റ് വേൾഡ് വാറും സെക്കൻഡ് വേൾഡ് വാറും ഒക്കെ വരുന്നുണ്ട് ഫ്യൂച്ചറിൽ. അപ്പം അതിനു മുന്നേ എന്ത് ചെയ്യാം, ഈ സ്ഥലത്തു നിന്ന് എസ്കേപ്പ് ചെയ്യുക. അപ്പം ഇവിടെ അദ്ദേഹം ഒരു അദ്ദേഹം ഒരു ഇതൊരു ഹാലോസിനേഷൻ മാത്രമാണ് കേട്ടോ, അത് നിങ്ങൾ ഓർത്തിരിക്കണം. അപ്പം അദ്ദേഹം അപ്പോഴും എന്താണ്, റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ചെയ്യുന്ന കാര്യത്തെപ്പറ്റിയാണ് അദ്ദേഹം ചിന്തിക്കുന്നത്. എനിക്ക് എന്തായാലും 2 ടിക്കറ്റ്സ് വേണം. ദ ക്ലർക്ക് ഫിഗേർഡ് ദ ഫെയർ. ഹി ഗ്ലാൻസ്ഡ് അറ്റ് മൈ ഫാൻസി ഹാഡ്ലാൻഡ്. But he figured the fare, and I had enough for 2 coach tickets one way. But when I counted out the money and looked up, the clerk was staring at me. He nodded the bills. That ain't money, mister, he said. And if you're trying to skin me, you won't get very far. And he glanced at the cash drawer beside him. Of course, the money was old-style bills, half again as big as the money we use nowadays, and different looking. I turned away and got out fast. There is nothing nice about jail, even in 1894. അപ്പോൾ പിന്നീട് സംഭവിക്കുന്നത്, ഈ ക്ലർക്ക് എന്ത് ചെയ്യും, ഈ ക്ലർക്ക് ഇദ്ദേഹത്തെ ഇങ്ങനെ ഫിഗർ ചെയ്ത് നോക്കുവാണ്, ഇങ്ങനെ വല്ലാതെ ഇങ്ങനെ സ്റ്റെയർ ചെയ്ത് നോക്കുന്നതായിട്ട് കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേനും അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആവശ്യത്തിനുള്ള പണമുണ്ട്, അതായത് 2 ടിക്കറ്റ് എടുക്കുക, കോച്ച് ടിക്കറ്റ്സ് എടുക്കാനുള്ള പണമൊക്കെ ഉണ്ട്. പക്ഷേ പണം കൗണ്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനും പിന്നെ എന്താണ്, ഈ ക്ലർക്ക് ഇങ്ങനെ ഇദ്ദേഹത്തെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ അദ്ദേഹം ഈ ബില്ലുകളെല്ലാം കണ്ടിട്ട് തലയാട്ടുന്നുണ്ട്, പറയും എന്താണ്, ഇത് മണിയല്ല മിസ്റ്റർ എന്ന് ഈ ക്ലർക്ക് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, നീ എന്നെ ഇഫ് യു ആർ ട്രൈങ് ടു സ്കിൻ മീ, അതായത് സ്കിൻ മീ എന്ന് ഉദ്ദേശിക്കുന്നതിൻ്റെ അർത്ഥം, അതൊരു ഫിഗറേറ്റീവ് എക്സ്പ്രഷനാണ്. അതിൻ്റെ അർത്ഥം ടു പണിഷ് സമ്മൺ സിവിയർലി, അതായത് എന്നെ ക്രൂരമായിട്ടൊരാളെ പണിഷ് ചെയ്യുക. നിങ്ങളുടെ ഭാവം അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യാതൊരു പ്രോഗ്രസ്സും ഉണ്ടാക്കാനൊന്നും പറ്റത്തില്ല എന്ന് ഈ ഒരു ക്ലർക്ക് നമ്മുടെ പ്രോട്ടോഗണിസ്റ്റിനോട് പറയുന്നുണ്ട്. അപ്പോഴാണ് അദ്ദേഹം, അത് മാത്രമല്ല ക്യാഷ് ഡ്രോയിൽ ഇരിക്കുന്ന ക്യാഷിലേക്കും അദ്ദേഹം നോക്കുന്നുണ്ട്. അപ്പോൾ പ്രോട്ടോഗണിസ്റ്റ് പറയാണ്, ശരിയാണ്, അവിടെ ഇരുന്ന മണി എന്ന് പറഞ്ഞാൽ ഓൾഡ് സ്റ്റൈൽ ബിൽസ് ആണ്. മാത്രമല്ല ഇപ്പോഴത്തെ മണിയെക്കാട്ടിലും എന്താണ്, ഹാഫ് എഗെയിൻ ആസ് ബിഗ് ആസ് ദ മണി വി യൂസ് നൗവേഡേയ്സ്. ഇപ്പോൾ ഉപയോഗിക്കുന്ന മണിയെക്കാട്ടിലും വളരെ ബിഗാണ്, ഡിഫറെൻറ്റ് ലുക്കിംഗ് ആയിട്ടുള്ളൊരു പൈസയാണ്, നല്ല രൂപയാണ്. പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് എന്ത് ചെയ്തു, കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാണ്ട് വിചാരിച്ച് പ്രോട്ടോഗണിസ്റ്റ് എന്ത് ചെയ്തു, പെട്ടെന്ന് അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ദർ ഇസ് നത്തിങ് നൈസ് അബൌട്ട് ജയിൽ ഈവൻ ഇൻ 1894. എന്താണ്, വലിയ എന്താ ജയിലിനെ പറ്റി പറയാനാണെങ്കിൽ വലിയ നല്ല ഒന്നും എന്തെങ്കിലും പ്രശ്നം ഉണ്ടായ മണിയുടെ കാര്യമല്ലേ, അപ്പം ഉടനടി ജയിലിലാകും. അപ്പോൾ പറയുവാണ്, 1894 ആണെങ്കിലും ഇപ്പം 1914 ആണെങ്കിലും എന്താണ്, ജയിലിനെ പറ്റി എനിക്ക് നല്ല ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞിട്ട്, കാര്യം അത് അവിടെ കാണിക്കുന്ന ഒരു ഫിയറാണ്. അദ്ദേഹം
അദ്ദേഹം അവിടെ എസ്കേപ്പ് ആവണം. കൂടുതൽ പ്രശ്നങ്ങളാകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് താല്പര്യമില്ല ഈ ഒരു വെറിയും ഇങ്ങനത്തെ ഒരു ലോകത്തിൽ എക്സിസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അദ്ദേഹം പറയാണ്, എനിക്ക് പ്രത്യേകിച്ച് ജയിലിനെ പറ്റി നല്ലതൊന്നും പറയാനില്ല, ഈ 1894 വർഷത്തിൽ എനിക്ക് പ്രത്യേകിച്ച് നല്ലതൊന്നും പറയാനൊന്നും, അദ്ദേഹം അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയാണ്. And that was that. I left the same way I came, I suppose. Next day, during lunch hour, I drew $300 out of the bank, nearly all we had, and bought old style currency that really worried my psychiatrist friend. You can buy all money at almost any coin dealers, but you have to pay a premium. My $300 bought less than 200 in all style bills. But I didn't care. Eggs were 13 cents a dozen in 1894. അപ്പോൾ അദ്ദേഹം പറയാണ്, അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ആ വന്ന വഴിയിൽ തന്നെ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെട്ടു, എങ്ങനെയോ രക്ഷപ്പെട്ടു. ഐ സപ്പോസ്, എനിക്ക് അങ്ങനെ തോന്നുന്നു എന്നാണ് പറയുന്നത്. പിറ്റേ ദിവസം ഉച്ചക്കത്തെ സമയത്ത് അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അദ്ദേഹം ബാങ്കിൽ പോയിട്ട് $300 പിൻവലിച്ചു. അത് ഏകദേശം അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ടായിരുന്നു. എന്നിട്ട് എന്ത് ചെയ്തു, പിൻവലിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഓൾഡ് സ്റ്റൈൽ കറൻസി അദ്ദേഹം വാങ്ങിച്ചു. അപ്പോൾ ഈ ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ ചിന്തിക്കണം, ഇത് നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ 1894 പക്ഷെ അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ 3rd ലെവലിൽ പിന്നെയും പോകാൻ വേണ്ടി എന്ത് ചെയ്യുവാണ്, തൻ്റെ അക്കൗണ്ടിലുള്ള പൈസ എല്ലാം വിഡ്രൂ ചെയ്തിട്ട് ഓൾഡ് സ്റ്റൈൽ കറൻസി വാങ്ങിക്കുവാണ്. അപ്പോൾ എന്ത് ചെയ്യണം, അദ്ദേഹം പറയാണ്, നിങ്ങൾക്ക് ഓൾഡ് മണി വേണോ, ഏകദേശം എല്ലാ കോയിൻ ഡീലേഴ്സിൻ്റെ കയ്യിലും ഉണ്ട്, പക്ഷെ നിങ്ങൾ പ്രീമിയം എമൗണ്ട് അടയ്ക്കുവാണെങ്കിൽ നിങ്ങൾക്കത് ലഭിക്കും. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഈ ഒരു $300 കൊണ്ട് എന്ത് ചെയ്തു, ഓൾഡ് സ്റ്റൈൽ ബിൽസ് അല്ലെ ഓൾഡ് സ്റ്റൈൽ മണി വാങ്ങിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം അവിടെ ഒരു പറയുന്നുണ്ട്, 1894 മുട്ടയുടെ വില എന്ന് പറഞ്ഞാൽ 13 cents ആണ് എ ഡസൻ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ജസ്റ്റ് ഒരു ആഡ് ചെയ്ത് പറയുവാണ്. ബട്ട് ഐ ഹാവ് നെവർ ഫൗണ്ട് അഗെയിൻ ദ കോറിഡോർ ദറ്റ് ലീഡ്സ് ടു 3rd ലെവൽ അറ്റ് ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷൻ, ഓൾദോ ഐ ഹാവ് ട്രൈഡ് ഓഫൺ ഇനഫ്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തെന്ന് വെച്ചാൽ അദ്ദേഹം ഈ പണം എല്ലാം പിൻവലിച്ചത് വീണ്ടും ആ 3rd ലെവലിൽ എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് അദ്ദേഹം പണമൊക്കെ പിൻവലിക്കുന്നത്. പക്ഷേ പിന്നീട് അദ്ദേഹം ഒരിക്കലും ഈ ഗ്രാൻഡ് സെൻട്രൽ സ്റ്റേഷനിൽ 3rd ലെവൽ അദ്ദേഹത്തിന് കണ്ടെത്താൻ പറ്റിയില്ല. കുറേ ശ്രമിച്ചിട്ട് പോലും കിട്ടിയില്ല. ലൂയിസ was pretty worried when I told her all this and didn't want me to look for the 3rd level anymore. And after a while I stopped. അപ്പോൾ ലൂയിസയോട് ഞാൻ ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞപ്പം അവർ വളരെയധികം വെറീഡായി. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഇനി ഇങ്ങനെ 3rd ലെവൽ തേടിയൊന്നും പോകണ്ട. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാനിത് ആ 3rd ലെവൽ തപ്പുന്ന അങ്ങ് അവസാനിപ്പിച്ചു. വീണ്ടും ഞാൻ എന്ത് ചെയ്തു, ഇത്രയും നാളും ഇത് കുറേ ഈ 3rd ലെവൽ തപ്പിക്കൊണ്ടിരുന്ന റിയാലിറ്റിയിൽ നിന്ന് എസ്കേപ്പ് ആവാൻ വേണ്ടിയാണ് തപ്പിക്കൊണ്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്തു, നോ രക്ഷ എന്ന് നമ്മൾ പറയുമല്ലോ, അതുപോലെ തന്നെ പിന്നെ എന്ത് ചെയ്തു, ഞാൻ വീണ്ടും എൻ്റെ സ്റ്റാമ്പ് കളക്ഷനിലേക്ക് വീണ്ടും മടങ്ങിപ്പോയി. ബട്ട് നൗ വി ആർ ബോത്ത് ലുക്കിംഗ്. പക്ഷേ ഇപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് നോക്കുകയാണ് എല്ലാ വീക്കെൻഡുകളിലും. ബിക്കോസ് നൗ വി ഹാവ് പ്രൂഫ് ദാറ്റ് ദ 3rd ലെവൽ ഇസ് സ്റ്റിൽ ദെയർ. എന്താണ് ഇവിടെ പറയുവാണ്, ഇപ്പം ഞാനും എൻ്റെ ഭാര്യയും കൂടെയാണ് തപ്പുന്നത്. എല്ലാ വീക്കെൻഡിലും ഞങ്ങൾ 3rd ലെവൽ ഉണ്ടോ എന്ന് തപ്പും. കാര്യം ഞങ്ങൾക്ക് പ്രൂഫ് ഉണ്ട് 3rd ലെവൽ എക്സിസ്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അതിൻ്റെ ഇടയ്ക്ക് ഒരു കാര്യം സംഭവിക്കുന്നുണ്ട്. മൈ ഫ്രണ്ട് സാം വെയ്നർ ഡിസപ്പിയർഡ്. അപ്പോൾ എന്ത് സംഭവിച്ചു, തൻ്റെ ഫ്രണ്ടായ സൈക്കാട്രിസ്റ്റായ സാം വെയ്നർ അതിൻ്റെ ഇടയ്ക്ക് അപ്രത്യക്ഷമായി. Nobody knew where, but I sort of suspected because Sam is a city boy and I used to tell him about Galesburg. I went to school there and he's always said he liked the sound of the place and that's where he is all right in 1894. അപ്പോൾ അദ്ദേഹം പറയാണ് ഞാൻ സ്കൂളിൽ പഠിച്ച സ്ഥലമുണ്ട് ഗെയിൽസ്ബർഗ്, എനിക്ക് തോന്നുന്നു സാം അവിടെ ഉണ്ടാകും, കാര്യം സാമിന് ആ സ്ഥലത്തെ ശബ്ദമൊക്കെ വളരെ ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ഭാഗം നോക്കാം. Because one night, fussing with stamp collection, I found, well, do you know what a first day cover is? When a new stamp is issued, stamp collectors buy some and use them to mail envelopes to themselves on the very first day of sale. And the postmark proves the date. The envelope is called a first day cover. They are never opened. You just put blank paper in the envelope. That night, among my oldest first day covers, I found one that shouldn't have been there, but there it was. It was there because someone had mailed it to my grandfather at his home in Galesburg. That's what the address on the envelope said. And it had been there since July 1894. The postmark showed that, yet I didn't remember it at all. The stamp was a 6 cent, dull brown, with a
picture of President Garfield. Naturally, when the envelope came to Granddad in the mail, it went right into his collection and stayed there till I looked it out and opened it. അതായത് ഒരു ദിവസം അദ്ദേഹം ഇങ്ങനെ സ്റ്റാമ്പ് കളക്ഷനൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിനൊരു ഫസ്റ്റ് ഡേ കവർ കിട്ടി. ഫസ്റ്റ് ഡേ കവർ എന്ന് വെച്ചാൽ എൻവലപ്പ് എന്ന് നമുക്ക് വേണേൽ പറയാം. അപ്പം ഇത് അദ്ദേഹത്തിൻ്റെ ഗ്രാൻഡ് ഫാദറിന് ലഭിച്ച ഒരു എൻവലപ്പായിരുന്നു. അപ്പം ഗെയിൽസ്ബർഗിലെ വീട്ടിലോട്ടാണ് ഇത് പോസ്റ്റിൽ വന്നത്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിക്കാതിരിക്കുമായിരുന്നു. അപ്പോൾ അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ട് ജൂലൈ 18, 1894 എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ഒട്ടിച്ചെന്ന സ്റ്റാമ്പ് എന്ന് പറഞ്ഞാൽ ഒരു 6 സെൻറ്റുള്ള സ്റ്റാമ്പാണ്, ഡൾ ബ്രൗൺ കളറാണ്. അതിനകത്ത് പ്രസിഡന്റ് ഗാർഫീൽഡിൻ്റെ പിക്ചറാണ് ഒട്ടിച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ അത് തുറന്നിട്ട് നമ്മുടെ പ്രോട്ടോഗണിസ്റ്റ് അപ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ഈ ഒരു ലെറ്റർ, അതായത് ഈ ഒരു പേപ്പർ ഒരു ബ്ലാങ്ക് പേപ്പർ അല്ലായിരുന്നു, അത് ചാർലിക്ക് സാം എഴുതിയ ലെറ്റർ. അപ്പോൾ ആ ലെറ്ററിനകത്ത് ഇങ്ങനെയാണ് പറയുന്നത്, അതായത് എന്താണ്, സാമും തേർഡ് ലെവൽ കണ്ടെത്തി, അവിടെ 2 ആഴ്ച സാം ഉണ്ടായിരുന്നു. എന്നിട്ട് പറയുകയാണ്, ചാർലി ലൂയിസ, നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യുക, തേർഡ് ലെവലിന് വേണ്ടി നിങ്ങൾ കീപ്പ് ലുക്കിംഗ്, നിങ്ങൾ ആ തേർഡ് ലെവൽ കണ്ടെത്തുന്നവരെ നിങ്ങൾ വീണ്ടും വീണ്ടും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക. നിങ്ങൾ ശരിയായിരുന്നു, നിങ്ങൾ പറഞ്ഞത് കറക്റ്റായിരുന്നു, നിങ്ങളത് കണ്ടുപിടിക്കുവാണെങ്കിൽ അത് വേർതായിരിക്കും, നിങ്ങൾ എന്നെ വിശ്വസിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സാമിൻ്റെ ഒപ്പിട്ട ഒരു ലെറ്ററാണ്. അപ്പോൾ അത് വായിക്കുമ്പോഴത്തേക്കിനും താൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ ചാർലി അടുത്തുള്ള സ്റ്റാമ്പ് ആൻഡ് കോയിൻസ് സ്റ്റോറിൽ പോകും. അവിടെ ചെല്ലുമ്പോഴത്തേക്കിനും ചാർലിക്ക് മനസ്സിലാവും സാം $800 ഓൾഡ് സ്റ്റൈൽ കറൻസി അവിടെ നിന്ന് വാങ്ങിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. That ought to set him up in a nice little hay, feed and grain business. He always said that's what he really wished he could do, and he certainly can't go back to his old business. Not in Galesburg, Illinois in 1894. His old business. Why? Sam was my psychiatrist. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ സാമിൻ്റെ ഒരു ആഗ്രഹം എന്ന് വെച്ചാൽ സൈക്കാട്രിസ്റ്റ് ആവുക എന്നുള്ളത് അല്ലായിരുന്നു, ഒരു ബിസിനസ് തുടങ്ങുക എന്നുള്ളതായിരുന്നു. അപ്പോൾ അദ്ദേഹം ഈ അടുത്തുള്ള ഈ സ്റ്റാമ്പ് ആൻഡ് കോയിൻ സ്റ്റോറി പോയപ്പോഴാണ് അറിയുന്നത് സാം അവിടെ നിന്ന് $800 ഓൾഡ് സ്റ്റൈൽ കറൻസി അവിടെ നിന്ന് വിഡ്രൂ വാങ്ങിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാവും. പെട്ടെന്ന് തന്നെ ചാർലിക്ക് മനസ്സിലാകും എന്താണ്, അതൊരു ഗ്രെയിൻ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയാണെന്ന് മനസ്സിലാകും. അപ്പം അദ്ദേഹം ചാർലി ഓർക്കുവാണ് എപ്പോഴും സാം പറയുമായിരുന്നു എന്താണ്, റിയലി നമുക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ എന്താണ്, ഹി ഓൾവേസ് സെറ്റ് ദാറ്റ്സ് വാട്ട് ഹി റിയലി വിഷ് ഹി കുഡ് ഡു, അതായത് തനിക്ക് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് എപ്പോഴും പറയുമായിരുന്നു. എന്നിട്ട് പറയായിരുന്നു ഒരിക്കലും തനിക്ക് എന്താണ് പഴയ ഓൾഡ് ബിസിനസ്സിലേക്ക് പോകാൻ പറ്റത്തില്ലെന്ന് പറയുമായിരുന്നു എന്നുള്ള കാര്യം ചാർലി ഓർത്തു. എന്താണ്, ഗെയിൽസ്ബർഗിലല്ല, ഇല്ലിനോയ്സിൽ 1894. അപ്പം ഹിസ് ഓൾഡ് ബിസിനസ്, അപ്പോൾ പെട്ടെന്ന് ഇങ്ങനെ ചാർലി ഓർക്കണ്ട് പഴയ ബിസിനസ്സോ, എന്തുകൊണ്ടാണ്? അപ്പോൾ പെട്ടെന്ന് ചാർലി ഓർക്കണ്ട് സാം വാസ് മൈ സൈക്കാട്രിസ്റ്റ്. അപ്പം എന്താണ്, സാം എൻ്റെ സൈക്കാട്രിസ്റ്റ് ആയിരുന്നല്ലോ എന്നിങ്ങനെ പെട്ടെന്ന് ഓർക്കും. അപ്പോൾ ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും 18th സെഞ്ച്വറിയിൽ സൈക്കാട്രി എന്ന് പറയുന്നത് അത്ര പോപ്പുലറായിട്ട് വന്നിട്ടില്ല. അപ്പോൾ അദ്ദേഹത്തിന് 18th സെഞ്ച്വറിയിൽ ഒരു സൈക്കാട്രിസ്റ്റ് ആകാൻ പറ്റത്തില്ല. 19th സെഞ്ച്വറിയിലാണ് എന്താണ് ഈ സൈക്കാട്രി എന്നുള്ളത് പോപ്പുലറായി വരുന്നത്. അപ്പോൾ ആ ഒരു സമയത്തിന്, ആ ഒരു ടൈമിൽ എല്ലാ മനുഷ്യരും ഡിഫറെൻറ്റ് ട്രോമയിലൂടെ കടന്നു പോകുന്ന ആൾക്കാരാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതായത് ഈ യുദ്ധങ്ങളൊക്കെ നിരന്തരമായി കണ്ട് അവരുടെ മനസ്സുമെടുത്ത് എങ്ങനെയെങ്കിലും ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ വേണ്ടി ഓരോ മനുഷ്യരും ശ്രമിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇത് നിങ്ങൾക്ക് ഒരു ലോങ് ആയിട്ട്, ഒരു ഡള്ളായിട്ട്, ഒരു സമ്മറി ആയിട്ട് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷേ ഇത് കുറച്ചൊരു കൺഫ്യൂസിങ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ നിങ്ങൾ ഈ ഒരു സമ്മറി കേട്ടതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് വായിക്കുക, നിങ്ങൾക്ക് മനസ്സിലാകും. കൂടുതലായിട്ടും ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ റിയാലിറ്റിയിൽ നിന്നുള്ള എസ്കേപ്പിസം എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതായത് റിയൽ വേൾഡിൽ നടക്കുന്ന മോഡേൺ വേൾഡുമായിട്ട് പൊരുത്തപ്പെടാൻ പറ്റാത്ത ഒരു സാഹചര്യത്തെ പറ്റിയാണ് മിക്കയിടങ്ങളിലും നമുക്ക് കാണാൻ പറ്റും. അതായത് ഈ ലാസ്റ്റ് ഭാഗത്ത് നമുക്ക് കാണാൻ പറ്റും സൈക്കാട്രി എന്ന് പറയുന്നത് മോഡേൺ വേൾഡിൽ വന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതുമായിട്ട് സാമിന് പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതായിട്ട് കാണാം. കാര്യം ഓൾഡ് ബിസിനസ്സിന് തേർഡ് ലെവൽ, ഞാൻ പറഞ്ഞ ആ ഓൾഡ് ബിസിനസ് എന്ന് പറയുന്നത് കാണിക്കുന്നതിന് എന്താണ്, താനൊരു പീസ് ആൻഡ് സിമ്പിൾ ലൈഫ് ഇഷ്ടപ്പെടുന്ന ഒരാളാണെന്ന് കാണിക്കാൻ വേണ്ടിയാണ് ആ ഒരു ട്രെയ്റ്റ് അവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു സോ മച്ച് എവ്രി വൺ. ഗോഡ് ബ്ലെസ് യു.